അലൈക്കും. സൺഡേ ഫൺഡേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെ പോലെ ഇന്നും സൺഡേയും ഫൺഡേയും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പൊന്നല്ല, നമ്മളെ കോഴിക്കോട് ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബീച്ചിലേക്കുള്ള യാത്ര എന്ന് പറയുക ഒരുപാട് കാഴ്ചകളൊക്കെ കാണാണ്ട് കേട്ടോ. നമ്മൾ പോകുമ്പോൾ അതൊക്കെ നമ്മൾ ഷൂട്ടിൽ പെടുത്തുന്നുണ്ട്. നമ്മൾ പോകുന്ന റോട്ടിൽ കാണുന്ന ചെറിയ ചെറിയ കാഴ്ചകൾ. അപ്പം നമ്മൾ സെൽഫി വീഡിയോ എടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ സൗന്ദര്യം നമ്മൾ തന്നെ നോക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കണ്ടേ. അപ്പം നമ്മൾ റൂട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കാലിക്കറ്റ് മഞ്ചേരി റോഡാണ് കേട്ടോ അത്. നമ്മളെ വീട് പുല്ലാരായതുകൊണ്ട് നമ്മൾക്ക് അതിലാണല്ലോ വഴി. അപ്പം നമ്മൾ പോയിപ്പോൾ എവിടെ എത്തിയെച്ചാൽ കൊണ്ടോട്ടിയിലെത്തിന് കേട്ടോ. അപ്പോൾ കൊണ്ടോട്ടിയിൽ പോകുന്ന വഴിക്കാണ് നമ്മൾ അവിടെ ശബരിമലക്ക് പോകുന്നുണ്ട്. അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട് അമ്പലത്തിൽ. അടിപൊളി പരിപാടിയാണ്. ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് അവർ ക്യാമറമാക്കൊക്കെ നോക്കുന്നുണ്ട്. എല്ലാവരും നല്ല അടിപൊളി ബ്ലാക്ക് ഡ്രസ്സാണല്ലോ മലക്ക് പോകുമ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ടതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത് അവിടെ എന്തോ അമ്പലത്തിൽ പരിപാടി ഉണ്ടെന്ന്. അപ്പം നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ പുറത്ത് വിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ എടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്താണ് ഇങ്ങനെ പോകുന്നത്. നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, നമുക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മൾ രാമനാട്ടുകര പാലത്തിൻ്റെ താഴെയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഫ്ലൈ ഓവറിൻ്റെ താഴെയുണ്ട് നമ്മൾ നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മക്കളെ ഒരു യാത്ര, ഒരു സാഹസിക യാത്രയാണ്. കാരണം ഭയങ്കര ബ്ലോക്കായിരിക്കും. അപ്പോൾ വലിയ റോഡാണല്ലോ. അപ്പോൾ ഇനി ഇങ്ങോട്ടുള്ള ഏതൊക്കെ വണ്ടി ഏതൊക്കെ റൂട്ടിനുള്ളത് ഇവിടെ നിന്നാണ് ഇനി തീരുമാനിക്കുക. അങ്ങോട്ട് കൊച്ചിയിലോട്ടും നമ്മൾ പോകണ നേരെ ബീച്ചിലോട്ടാണ് കേട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ആകെ കുറച്ച് ഒരു 20 മിനിറ്റിൻ്റെ യാത്ര ഉള്ളൂ. 20 ഒരു അരമണിക്കൂർ കൂട്ടുക. പക്ഷേ ഇവിടുത്തെ ബ്ലോക്ക് കാരണം നമ്മൾ അവിടെ എത്തണമെങ്കിൽ 2 മണിക്കൂർ തന്നെ ആവും. അപ്പം നമ്മൾ എവിടെയും നിർത്തിയിട്ടൊന്നുമില്ല, നമ്മൾ നേരെ ബീച്ചിലേക്കാണ് വിട്ടത് കേട്ടോ. അവിടെ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഫോൺ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഒരുപാട് കായലുകളൊക്കെ അങ്ങനെ കാണുന്നത് അതൊക്കെ ഷൂട്ടിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു മൂളിപ്പാട്ടൊക്കെ പാടാം. പക്ഷെ ഞാനതിപ്പോൾ മൂളിപ്പാട്ട് പാടുന്നില്ല ഗൈസ്. അങ്ങനെ നിങ്ങൾ ആരും എൻ്റെ പാട്ട് കേൾക്കണ്ട. അപ്പോൾ ദേ നമ്മൾ വീണ്ടും ഇങ്ങനെ പോവുകയാണ്. പോയി ഇപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. പിന്നെ ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് ഒരു കോൾ വന്നു. അപ്പോൾ അവൾക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ വണ്ടി ഒന്ന് പതുക്കെ നിർത്തി. അപ്പോൾ അവിടെ നിന്നും ഞങ്ങൾ കുറച്ച് ഷൂട്ടൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങളെ യാത്ര വീണ്ടും തുടങ്ങി. അപ്പോൾ ഒരു ടർഫിൻ്റെ മുന്നിലാണ് ഞങ്ങൾ നിർത്തിയത്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു റൂട്ട് മനസ്സിലായില്ലായിരുന്നു നമുക്ക് എയിലേ പോകേണ്ടതെന്ന്. ബീച്ചിക്ക് എളുപ്പ വഴിയുണ്ടല്ലോ, നമുക്ക് നേരെ പോകണ്ട, കോഴിക്കോട് ബസ്സിൻ്റെ നേരെ പിന്നാലെ പിടിച്ചാൽ മതി. പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല. ഞങ്ങൾ എന്താട്ടി ബീച്ചിക്ക് നേരെ റൂട്ടുണ്ട്, അതിലൂടെ ഞങ്ങൾ ചോദിച്ച് പോകാമെന്ന് കയറി. അങ്ങനെ ഞങ്ങളിതാ ആരോടൊക്കെയോ ചോദിച്ചങ്ങാണ്ട് ഞങ്ങൾ ബീച്ച് റൂട്ടിനങ്ങോട്ട് പോയി. അപ്പോൾ ഇതേ വീണ്ടും ഇത് തന്നെ അവസ്ഥ മക്കളെ. ഒരു 1.5 ബ്ലോക്കാണ്. നോക്കിയിട്ട് ഇങ്ങോട്ട് ബ്ലോക്ക് ഇന്ന് അവിടെ എത്തും തോന്നണില്ല. അത്രയും ഒരുപാട് സമയം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ട്. എനിക്ക് തോന്നി ഇവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ്ട് നടന്നാൽ ചിലപ്പോൾ ഞാൻ അവിടെ എത്തുമായിരിക്കും. കാരണം അവൾ എന്നാലും അവൾ എൻ്റെ കൂടെ എത്തൂല. കാരണം അത്രക്ക് ബ്ലോക്കായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ 3 മണിക്കാണ്. പക്ഷേ ബീച്ചിലെത്തുന്ന സമയം ഞങ്ങൾ ഏകദേശം ഒരു 6 മണീൻ്റെ അടുത്തേക്കാണ്. അത്രക്ക് ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതാ നമ്മൾ എവിടെ എത്തി? ദേ കാണുന്നു, അങ്ങോട്ടൊന്ന് നോക്കിയേ ബീച്ച്. അപ്പം ബീച്ചിക്ക് ഇറങ്ങണമെങ്കിൽ നമ്മളെ വണ്ടിയൊന്ന് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കണമല്ലോ. അപ്പം നമ്മളുള്ള സ്ഥലത്തൊന്ന് കുത്തിത്താത്തിങ്ങാണ്ട് ഞങ്ങളെ വണ്ടി ഒന്ന് ഒതുക്കി. പക്ഷേ അപ്പോൾ ഇവിടെ ഒന്നും ആരും വണ്ടി നിർത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി. ഇവിടെ കുറച്ചൊരു ആൾ ഇല്ലാത്തൊരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഇവിടെ വല്ലാണ്ടങ്ങ് ആളില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. ആൾ നിറഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ പിന്നെ ഒന്നും പകർത്താൻ പറ്റില്ല. അപ്പം ഞങ്ങൾ കുറച്ചിങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ അവിടേക്കും പിടിച്ചു. പക്ഷേ ഒരു ഇരുട്ടായി തുടങ്ങിയിരുന്നു, പറ്റേ ക്ലിയറൊക്കെ കുറഞ്ഞിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാ ഷൂട്ടൊക്കെ ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ ഒരുപാട് വന്നിരിക്കുന്നുണ്ട്. കപ്പിൾസുകളും പിന്നെ ലവർമാരും ചെക്കന്മാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ദേ പോകുന്നു അവൾ. നിങ്ങൾ കരുതുന്നുണ്ടാവും അവളെന്താ ബീച്ചിൽ കടലിൽ ചാടി ചാവാൻ പോകുന്നത്. പക്ഷേ ഞങ്ങൾ കടലിൽ ചാടി ചാവില്ല മക്കളെ, ഞങ്ങൾ ജീവിക്കുകയാണ്. ഇപ്പോഴാണ് ഞങ്ങൾ ജീവിതം എന്താണെന്ന് കണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ജീവിതം ആസ്വദിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവൾ കുറച്ച് സമയം അവിടെ നിന്ന് കുറച്ച് നേരം ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. അതിൻ്റെ ഇടയിലാണ് ഒരു രസം കണ്ടത്. ഒരു ഉപ്പയും മോനും കൂടി കളിക്കണത് കണ്ട് ബീച്ചിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ മൊബൈലിൽ പകർത്താന്ന് കരുതി. ഉപ്പയാണോ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കണ്ടപ്പോൾ ബ്രദറാണോ ഇനി അറിയില്ല. അവരവിടെ കളിക്കണ കണ്ടു. ഭയങ്കര സന്തോഷം. നമുക്ക് ബീച്ചിൽ എത്ര ആര് വന്നിരുന്നാലും എല്ലാവർക്കും ഒരു സന്തോഷമാണ് ബീച്ചിലിരിക്കുന്നത്. സത്യമല്ലേ?
അപ്പോൾ രാത്രിയായിട്ടോ പെട്ടെന്ന് നിങ്ങൾ കരുതിൻ്റെ എന്താ കണ്ണടിച്ചു പോയെന്ന്. ഗൈസ് കണ്ണടിച്ചു പോയതല്ല കേട്ടോ, ബീച്ചിൽ ഇരുട്ടായതല്ല, മൊത്തത്തിൽ ഇരുട്ടായതാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫോണ് വീഡിയോ എടുത്തായിരുന്നു, റീൽ എടുക്കായിരുന്നു, ഷോർട്സ് ഒക്കെ എടുക്കായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഒന്ന് ഫോൺ ഓഫാക്കിയിരുന്നു. ഇപ്പം ഞങ്ങൾ ഭക്ഷണമൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ മസ്റ്റായിട്ട് ബീച്ചിലെത്തിയാൽ നമ്മൾ കഴിക്കുന്ന ഒരു സാധനമുണ്ട്, എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ, കല്ലുമ്മക്കായ എന്ന് പറയും. കല്ലുമ്മക്കായ നിറച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ബീച്ചിൽ വന്നാൽ അത് മസ്റ്റാണ്, ഞാൻ കഴിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ബീച്ചിൽ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുക്കുക. അപ്പോൾ എല്ലാവരും നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവർക്ക് എന്താ വട്ടാണോ ഈ ഫോൺ ഇങ്ങനെ ഇരുട്ടത്തെടുക്കാനൊക്കെ കരുതുണ്ടാകുമ്പോൾ എല്ലാവരും നമ്മൾ ഓണാക്കില്ല. പിന്നെ ഗൈസ് ഞങ്ങളെ പുതിയ ഷൂ ആണ് കേട്ടോ, എല്ലാവരും ഒന്ന് കാണണം ഞങ്ങളെ പുതിയ ഷൂ. ഞങ്ങൾ ആ ഷൂ കാണാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ എടുത്തിട്ടോ. അപ്പം ഇങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്താണ്ട് വീണ്ടും ഇങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നാൽ അവിടെയാണ് കല്ലുമ്മക്കായും മുട്ടയും ഒക്കെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഇട്ടുണ്ട്. കാടമുട്ട ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. വീണ്ടും ഗൈസ് കണ്ടുപോയി. എന്താല്ലേ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇവർക്ക് എന്താ വീഡിയോ എടുക്കാൻ അറിയണില്ലേ എന്ന്. ഗൈസ് അതൊന്നുമല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ ഇങ്ങനെ ഓണാക്കിയാണ്ട് ഇങ്ങനെ പോയതാണ്. ലൈറ്റ് നമ്മളെ ഫ്ലാഷ് ലൈറ്റ് അടിക്കുമ്പോൾ ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ, അതുകൊണ്ട് ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല. പിന്നെ അത് അവിടെ ഒരു കുതിര ഉണ്ട് കേട്ടോ, 2 കുതിര, മൂന്നാമതൊരു കുതിരനെയും കൂടി ഞങ്ങൾ കണ്ടുമുട്ടി. അങ്ങനെ ഗായ്സ് ഞങ്ങൾ മൂന്നാമതൊരാളെ കണ്ടുമുട്ടി. പിന്നെ ദേ അവിടെ കണ്ടോ നിങ്ങൾ, നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഗൈസ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സാധനങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്നാലും അവരുണ്ടാക്കി തരുന്നുണ്ട്, ചൂടോടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഫേവറേറ്റ് സാധനം ഞാനൊന്ന് ആദ്യം തന്നെ എടുത്ത് കഴിച്ചു കേട്ടോ. ഞാനത് ഷൂട്ട് ചെയ്തില്ലായിരുന്നു, കാരണം ഞാനപ്പോൾ ഒന്ന് അവരോട് തരാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാനത് കഴിച്ചു. പിന്നെ ഞങ്ങളെടുത്തത് അവൾക്ക് കാടമുട്ട ഫ്രൈ വേണം പറഞ്ഞു, അങ്ങനെ അത് കൊടുത്തു. പിന്നെ കോളിഫ്ലവറും അത് കൊടുത്തു. ഞങ്ങളത് രണ്ടും വാങ്ങിങ്ങാണ്ട് ഞങ്ങൾ അത് കഴിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കൂടെ 2 ചായയും ഒരു കാടമുട്ട ഫ്രൈയും പിന്നെ ഫ്ലവറും, ബാക്കിയെല്ലാം തണുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ചില്ല. അവിടെ ഇനി അവരുണ്ടാക്കുന്നത് ഫ്രൈ ഒക്കെയാണ്. പിന്നെ ഞങ്ങൾ മസ്റ്റായിട്ട് പോയത് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയണം, എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ, പുളിനോട് വലിയ താല്പര്യമുള്ള ആളല്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുളി. നമ്മളെ ജമ്പന് സുഹറക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളി. അവൾ പൈനാപ്പിളാണ് ഇട്ടെടുത്തത്. എനിക്ക് ജസ്റ്റ് ഒരു കഷ്ണം തന്നു, പക്ഷെ ഞാൻ അങ്ങനെ കഴിക്കൂല. പൈനാപ്പിൾ ജസ്റ്റൊക്കെ കഴിക്കും, വേറെ നെല്ലിക്ക അങ്ങനത്തെ ഒന്നും ഞാൻ കഴിക്കൂല കേട്ടോ ഗായ്സ്. എൻ്റെ ഇഷ്ടപ്പെട്ട സാധനമാണ് മധുരം. ഞാൻ ഭയങ്കര മധുരത്തിൻ്റെ ആളാണ്. എനിക്കിഷ്ടമാണ് ചൊരണ്ടേസ്, കല്ലുമ്മക്കായ ചൊരണ്ടേസ്. ഇത് രണ്ടുമാണ് എനിക്കിഷ്ടം. ഞാൻ ബീച്ചിൽ വന്നാൽ ഇത് രണ്ടുമാണ് ഞാൻ കഴിക്കുക. അവളുള്ളതിൽ ഏറ്റവും വലുതും നോക്കിയതിൽ തപ്പിയെടുക്കുകയാണ് ഗൈസ്. അവളെപ്പോലെ തന്നെയല്ലേ എല്ലാവരും ഉണ്ടാകും, എല്ലാവരും ഇതന്നെ ആയിരിക്കും, ഇങ്ങനത്തെ ഇതിൽ തപ്പിയെടുക്കും. പിന്നെ വരുന്നവർക്ക് ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്, ചെറുതല്ലേ കിട്ടുള്ളൂ. അപ്പം എല്ലാവരും ഗൈസ് ശ്രദ്ധിക്കണം, എല്ലാവരും തപ്പിയെടുക്കുമ്പോൾ വലുതെടുക്കുമ്പോൾ ഇനി വരുന്ന ആൾക്കാർക്ക് ചെറുതേ കിട്ടുള്ളൂ. അടുത്ത ആഴ്ച ഞാനാ പോകുന്നുണ്ടെങ്കിൽ ഇതല്ലേ അവസ്ഥ. നിങ്ങളെപ്പോലെ ഉള്ളവർ വലുതെടുക്കുമ്പോൾ. പിന്നെ എനിക്കുള്ളത് അവിടെ വന്നിട്ടോ നമ്മുടെ ചുരണ്ടേസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഇപ്പോഴല്ല കഴിക്കുക, ഇത് ഞാനൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമാക്കും. ആ വെള്ളം കുടിക്കാൻ ഭയങ്കര പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അവളത് എല്ലാവരെയും കൊതിപ്പിക്കുന്നുണ്ട്. എത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും പൈനാപ്പിൾ ആരെയും കഴിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വായിൽ വെള്ളൂറും. പൈനാപ്പിൾ ആയിട്ടല്ല, നമ്മൾ ഉപ്പിലിട്ട് എന്തെങ്കിലും ആരെങ്കിലും കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഗൈസ്, നിങ്ങൾക്കിത് കണ്ടപ്പോൾ ആർക്കെങ്കിലും വായിൽ വെള്ളം മുറിയോ? എനിക്ക് സത്യമായിട്ട് കേട്ടോ ഇപ്പോൾ വെള്ളം മൂറി. അപ്പോൾ അവൾ അവിടെയൊക്കെ നിന്നാണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, ബീച്ചിലൊക്കെ നിന്നുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ അവിടുന്ന് കഴിഞ്ഞാണ് നേരെ പോയത് കുട്ടികളെ പാർക്കാട്ടോ. ബീച്ചിൽ തന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പഴയ ബീച്ചൊന്നുമല്ല ഗായ്സ്. അപ്പം നിങ്ങൾ കരുതിയിട്ടുണ്ടാവും ഞങ്ങളെന്താ ബീച്ചിക്ക് പോകാത്തവരാണെന്ന്. പക്ഷേ ഇപ്പം അടുത്ത് കുറച്ച് 2 മാസമായിട്ടുള്ളൂ തോന്നുന്നു, ബീച്ചിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കടപ്പുറം ബീച്ചിലിപ്പോൾ കുട്ടികൾക്കുള്ള ബീച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, ബീച്ച് തന്നെ കടപ്പുറം. ആദ്യം ഇത്രയൊന്നും സാധനങ്ങൾ ഇതൊന്നും ഇല്ലായിരുന്നു, റൈഡുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് റൈഡുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കൊന്നും അതിൽ പിന്നെ കയറാൻ പറ്റില്ലല്ലോ, നമ്മൾ തള്ളകളാണല്ലോ. അപ്പം ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. ഞങ്ങൾ കുട്ടികളൊക്കെ കളിക്കുന്നത് കുറച്ച് നേരം കണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ അവരെ നോക്കി ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് നമ്മുടെ സ്റ്റേഡിയം ഉണ്ടല്ലോ, സ്റ്റേജിൻ്റെ അങ്ങോട്ടാണ്. ഇങ്ങനെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോയി അവിടെയും കുറച്ച് സമയം ഇങ്ങനെ ചിലവഴിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു. എന്നിട്ട് ഞങ്ങളതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കാഴ്ചകളൊക്കെ അവിടുത്തെ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടു. ഓരോരോ ലൈറ്റുകളും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ മക്കൾസിനൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു, അവർ പോയപ്പോൾ തന്നെ പറഞ്ഞതാണ് ഞങ്ങൾക്കത് വേണം ഇത് വേണം എന്നൊക്കെ.
കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല ഗൈസ്. എന്നാലും വേണ്ടില്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ, പോകുമ്പോൾ എന്തെങ്കിലും അവർക്കും വാങ്ങാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ലൈറ്റുകളൊക്കെ അങ്ങനെ നോക്കി. ഒരുപാട് സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്ത് നോക്കിയിട്ടോ. അങ്ങനെ ലുട്ടാപ്പിൻ്റെ കൊമ്പൊക്കെ കണ്ട് അതൊക്കെ എടുത്ത് നോക്കിയിട്ട് ഞങ്ങളൊക്കെ അതൊന്ന് ജസ്റ്റ് തലയിൽ വെച്ച് നോക്കി. അവളിപ്പോൾ അതേ ലുട്ടാപ്പിക്കൊരു വീണ്ടും ഒരു ലുട്ടാപ്പിൻ്റെ ഒരു ലൈറ്റും കൂടി കൊടുത്തു കുന്തം. അവളത് അതൊക്കെ ഇട്ടാണ്ട് അവളൊന്ന് ക്യാമറൻ്റെ ഒക്കെ മുന്നിൽ വന്നു. എന്നോട് രസം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പറ്റിയതാണ്, ഈ അതിട്ടാണ്ട് പോരുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അത് ഞങ്ങളെടുത്തില്ല. ഞങ്ങൾ മക്കൾസിന് അതൊന്നും വേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് കരുതി ഞങ്ങളത് അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ അവരോട് ബായ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും പോന്നു. അതിൻ്റെ നേരെ തൊട്ടടുത്ത് തന്നെ ഒരു ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ പാവപ്പെട്ടൊരു ഇത്തായിരുന്നു. അത് പല ചാരിറ്റിൻ്റെ ഒരു ഇതും കൂടി അവിടെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്താനോട് ഞങ്ങൾ ഒരുപാട് സമയം സംസാരിച്ച് ഇത്തൻ്റെ കൂടെ ഒരുപാട് സമയം ഞങ്ങൾ ഒരു 3/4 മണിക്കൂർ നേരം തന്നെ ഇത്താൻ്റെ അടുത്ത് ഞങ്ങൾ ചിലവഴിച്ചിരുന്നു കേട്ടോ. ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളുടെ കഥകളായിരിക്കും നമുക്ക് വലുതെന്ന് തോന്നും. പക്ഷേ ഓരോരോ അവസ്ഥകൾ കേൾക്കുമ്പോൾ നമ്മളതൊന്നും ഒന്നുമല്ല എന്ന് തോന്നും കേട്ടോ. ഇത്തയുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സഹതാപം തോന്നി. നമ്മളെ അടുത്ത് സഹായിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഷൂട്ട് ചെയ്യായിരുന്നു. അവൾ ഇത്താനോട് ഒരുപാട് സംസാരിച്ച് ഇത്തൻ്റെ നമ്പറൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ ഇത്തനെ ഒരുപാട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അവിടുന്ന് പോകുന്നതിന് ശേഷം ഞങ്ങൾക്ക് തന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടായിരുന്നു ഞങ്ങൾ നമ്പറൊക്കെ വാങ്ങി ഇത്തക്ക് 4-5 കച്ചവടവും ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. എല്ലാവരോടും സാധനങ്ങളൊക്കെ പെർഫ്യൂമൊക്കെ വാങ്ങാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ഇത്താനോട് അടിപൊളിയായിട്ട് തന്നെ ഞങ്ങളെ കഥകൾ ഇത്താക്കും പറഞ്ഞിട്ട് ഇത്തൻ്റെ കഥകൾ ഞങ്ങൾക്കും പറഞ്ഞു. ഭയങ്കര ഇത്തക്ക് ഒരുപാട് സങ്കടം തോന്നി. ഞങ്ങൾക്ക് ഇത്താൻ്റെ കഥ കേട്ടപ്പോൾ അതിനും സങ്കടം തോന്നി. അങ്ങനെ അവിടെയും ഗൈസ് കുറച്ച് സമയം ഞങ്ങൾ ചിലവഴിച്ചു. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും ഓരോ കഥകൾ പറയാൻ. അതിൻ്റെ പിന്നിൽ ഒരു പുരുഷൻ്റെ പിന്നിൽ ഒരു സ്ത്രീ എന്ന് പറയില്ലേ, അതുപോലെ ഒരു സ്ത്രീൻ്റെ പിന്നിൽ ഒരു പുരുഷനും ഉണ്ടാവും. അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം. അങ്ങനെ ഇത്ത വളരെ ഹാപ്പിയാണ് ഞങ്ങളെ കൂടെ ഇരുന്നപ്പോൾ. അങ്ങനെ അവൾ ഒരുപാട് ഇത്തനോട് കുറേ സമയം സംസാരിച്ചു. ഞാനും ഉണ്ട് കേട്ടോ അവളുടെ അടുത്ത്. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഞാനാണല്ലോ ക്യാമറമാൻ, അതുകൊണ്ട് അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ക്യാമറാൻ്റെ ഷൂട്ട് തന്നെ അല്ലേ ഗൈസ്, കളിയാക്കണ്ട, ഒക്കെ ശരിയാവും. നമ്മൾക്ക് നല്ലൊരു മൊബൈലൊക്കെ വാങ്ങട്ടെ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോന്നു. ഇതുപോലെ തന്നെ വേറെയും കുറേ കളിക്കോപ്പുകളൊക്കെ കണ്ടു. അപ്പം ഞാനൊന്ന് ഏഞ്ചലാകാൻ നോക്കിയതാട്ടെ ഗൈസ്. ഏഞ്ചലൊന്നും ഏറ്റില്ല. അങ്ങനെ കുറച്ച് എയർ ബാൻഡുകളൊക്കെ വാങ്ങി. ലൈറ്റത്തിന് എയർ ബാൻഡ് അത്ര ചെറിയ കുട്ടികളൊന്നും എനിക്കില്ല, അതുകൊണ്ട് ഞാനത് എടുത്തില്ല. ഞാനത് അവിടെ വെച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളൊരു വീഡിയോ എടുക്കാനാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിച്ചു. അവർക്ക് നല്ല സന്തോഷമായി. ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ അതൊക്കെ എടുത്താണ് വീഡിയോ ഒക്കെ ചെയ്തു. ഞാനതൊക്കെ ഒന്ന് വെച്ച് തലയിലും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഗൈസ്, എനിക്ക് തന്നെ അറിയില്ല. പിന്നെ അവിടെ ലൈറ്റ് കത്തുന്ന ഒരു വാളുണ്ടായിരുന്നു. ഞാൻ ഉണ്ണിയാർച്ചാവാൻ നോക്കിയതാണ് കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത്ര മൂർച്ചൊന്നുമില്ല, പക്ഷെ ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ വാളിന്. അങ്ങനെ അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ എന്നെ കണ്ട് കളിയാക്കുന്നുണ്ട്, എനിക്ക് വട്ടാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് ഭയങ്കര ഒരു ബോൾ കണ്ടു കേട്ടോ, ലൈറ്റ്. ഇത് ഞാൻ പണ്ട് വാങ്ങിയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വിട്ട് ബീച്ച് കൂടെ അങ്ങനെ നടക്കുകയാണ്. ബീച്ച് രാത്രി നല്ല രസമാണല്ലോ ഗൈസ്, കാരണം വെളിച്ചവും പിന്നെ കുട്ടികളും എല്ലാവരും കാണുമ്പോൾ ഒരു അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. നല്ലൊരു വ്യൂ ആയിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു, അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് പേരെ കാണാൻ പറ്റി രാത്രി. എത്ര ബീച്ച് ഉറങ്ങണില്ല ഗായ്സ്, 11 മണിയായാലും ബീച്ച് ഉറങ്ങണില്ല. എല്ലാവരും നമ്മളെപ്പോലെ തന്നെയാണ്, അവരും കാഴ്ച കാണാനാണ് അവിടെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മക്കളൊക്കെ ഈ സമയത്ത് വീട്ടിലാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ അവർ ബീച്ചായതുകൊണ്ട് അവർ ഉറങ്ങണില്ല. അവരവിടെ അടിച്ചു പൊളിക്കണം. മക്കൾ പന്തം കൊണ്ടുവന്ന് കളിക്കുക, കുറേ കുട്ടികൾ ബീച്ചിൽ വെള്ളത്തിൽ കറങ്ങി കളിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോരോ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ ഗൈസ്, ഓരോരോ കാഴ്ച. അതിൻ്റെ അടിയിലാണ് ഞങ്ങൾ പാനിപ്പൂരി കണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണല്ലോ പാനിപ്പൂരി, അത് നമ്മൾ എവിടെ കണ്ടല്ലോ. അങ്ങനെ എല്ലാവരും വീഡിയോസിൽ ഞങ്ങളിങ്ങനെ എടുക്കുന്നുണ്ട്. ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ആരെങ്കിലും എടുക്കണ്ടെന്ന് പറയണേ അവരെ വീഡിയോ ഞങ്ങൾ കട്ട് ചെയ്യും. അപ്പം ഞങ്ങളിങ്ങനെ പിന്നെ നമ്മൾ എവിടെ എത്തിയതിന് കണ്ടോ ഗൈസ്, ഇതാണ് ചോക്ലേറ്റ്. അടിപൊളിയാട്ടോ. പക്ഷേ നമ്മൾ ഇവിടുത്തത് നമ്മൾ കഴിച്ചിട്ട് അത്ര ഇങ്ങോട്ട് പോരാ, എന്നാലും കുഴപ്പമില്ല. എന്നാലും ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഇല്ല എന്ന് ഞാൻ പറയില്ല, ടേസ്റ്റ് ഉണ്ട്. ഇത് ഉണ്ടാക്കണ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണല്ലോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ലാവായി ചോക്ലേറ്റ് എന്നൊക്കെ പറയും. വേറെന്തോ ഒരു പേരും കൂടെ ഉണ്ട്, വാഫിലെ അങ്ങനെ എന്തോ ഒരു പേരും കൂടെ ഉണ്ട്. മറ്റേ കേക്ക് മോഡൽ ചോക്ലേറ്റാണ്, അടിപൊളി ഉണ്ട്. അവൾക്ക് അത്ര ഇഷ്ടമായില്ല, ഞാൻ തന്നെയാണ് ഫുള്ള് കഴിച്ചത്. ഞാൻ പിന്നെ മധുരത്തിൻ്റെ ആളാണല്ലോ, ഞാൻ എന്താണ് വേസ്റ്റ് ആക്കില്ല. ചോക്ലേറ്റ് ഒന്നും ഞാൻ വേസ്റ്റ് ആക്കില്ല കേട്ടോ, ഞാൻ കഴിക്കും. ടേസ്റ്റ് ഇല്ല എന്ന് ഞാൻ പറയില്ല,
ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഞാൻ വേറെ സ്ഥലത്തു നിന്ന് ഇത് കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. കല്യാണം വീട്ടിൽ നിന്ന് കഴിച്ചിരുന്നു. അവൾ 2-3 പീസ് എടുത്തോണ്ട് അവൾ മതിയാക്കി. പക്ഷേ ഞാനാണ് മൊത്തം കഴിച്ചത്. പിന്നെ ഈ ലൈറ്റ് കണ്ടോ നിങ്ങൾ, അടിപൊളിയല്ലേ, ബോളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബൾബ്, അടിപൊളിയാട്ടോ. പിന്നെ ഒരു കുട്ടികൾ അവിടെ വാങ്ങാൻ വന്നിട്ടുണ്ട്. നമ്മളെ കുട്ടികളല്ല, പക്ഷേ നമ്മളെ കുട്ടികളെ പോലെയാണ് അവിടെ വന്ന കുട്ടികളാണ്. അവരൊക്കെ അത് വാങ്ങേണ്ട, അവരത് നോക്കി പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഗൈസ്. ബീച്ചിൽ കൂടെ പാട്ടും പാടി മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വീണ്ടും കണ്ടു ഞങ്ങളെ തന്നെ. ഞങ്ങൾ 3 പേരെയും ഒരുമിച്ച് കണ്ടുട്ടോ ഗൈസ്. ഞങ്ങളിതേ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളെ കണ്ടിരുന്നില്ല. പിന്നെ മക്കളെ, കോഴിക്കോട് ബീച്ചിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മയായത് ഇതാട്ടോ. വീട്ടിലെ കണ്ണ് വെക്കണ പുതുമണവാളൻ. നമുക്ക് വേണമെങ്കിൽ എടുത്തോ, കമ്മൽ വേണമെങ്കിൽ എടുത്തോ. ഇത് 2 കൂടി വരുന്നുണ്ട്. ഒന്നെടുത്താലെന്നാ എന്താണ് ഞാൻ അങ്ങോട്ട് സുൽത്താനായി കഴിഞ്ഞാൽ ബേബിയാകും മാലത്തി ചന്ദിരൻ. എനിക്ക് അവിടെ കുറച്ചും കൂടി നിൽക്കാൻ പോയി. അവിടെ അത് നിൽക്കാൻ ആഗ്രഹമില്ലായിട്ടല്ല, എന്തൊക്കെ ചെയ്യും നമ്മൾ. നല്ല രസം. വാ, ഇവിടെ രസമുണ്ടല്ലോ. മാനത്തെ ചന്ദിരനത്തൊരു മണിമാളിക കിട്ടിയ. ഗൈസ്, നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടൊരു കമ്മൽ എനിക്ക് സെലക്ട് ചെയ്ത് തരൂ. ഇതേപോലെ ഒന്നില്ലേ? 40. ഓക്കെ, ഇത് ഫുള്ള് 40. ഇത് എങ്ങനെ മൊത്തത്തിൽ 40 ആണോ? അപ്പോൾ ഗൈസ്, ഞങ്ങൾ നാട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കണം. അതിന് മുന്നേ നമ്മൾ ലൈറ്റായിട്ടുള്ള ഫുഡുകളാണ് കഴിച്ചിരുന്നത്. അപ്പം നമ്മളിഞ്ഞൊരു നല്ല കനത്തിലുള്ള ഫുഡ് തന്നെ ആയിക്കോട്ടെ കരുതിയാണ് ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്ത് നിന്ന് തന്നെ കേട്ടോ ഒരു റെസ്റ്റോറൻറ്റ് കയറിങ്ങാണ്ട് ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. നമ്മളവിടെ പോയി കഴിച്ചത് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചത്. നമ്മളവിടുന്ന് വീഡിയോ ഒന്നും എടുത്തില്ല, നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ. ആകെ 8% ഉള്ളായിരുന്നു ചാർജ്. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ കിട്ടില്ലല്ലോ കരുതിയാണ് നമ്മൾ വല്ലാതെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിക്കണ്ട ഗൈസ്. അപ്പോൾ ഏകദേശം നല്ല ബ്ലോക്കിലൊക്കെ പെട്ട് നമ്മൾ നാട്ടിൽ കുറച്ച് ലേറ്റായി എത്താൻ. അപ്പോൾ നമ്മൾ ആ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരോടും ഓക്കെ, ബായ്. Thank you.